ഞങ്ങളുടെ രാജ്യത്തിനകത്ത് കാലുകുത്തിയാൽ വെട്ടിനിരത്തും. അമേരിക്കയുടെ കരയാക്രമണത്തിനെതിരെ ഇറാനിലെ കരസേനാ മേധാവി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി കഴിഞ്ഞ ദിവസം നടത്തിയ മുന്നറിയിപ്പായിരുന്നു ഇത്. ട്രംപിനും നെതന്യാഹുവിനും ഇത് കുട്ടിക്കളിയായിരിക്കില്ല. മറ്റുള്ള രാജ്യങ്ങളെ എളുപ്പത്തിൽ കീഴടക്കിയതുപോലെ ഇറാനെ കീഴടക്കുക എന്നുള്ളത് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വ്യാമോഹം മാത്രമാണ്. ഇറാനിൽ അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ സൈനികരുടെ ശവമടക്ക് നടത്താൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. അവിടെ ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് മരണക്കെണിയാണ്. അധിനിവേശ ശക്തികളായ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ രാജ്യത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്താൻ അമേരിക്കൻ കരസേന മുതിർന്നാൽ ആ സൈനികരുടെ കാലുകൾ വെട്ടിനിരത്തുമെന്ന കടുത്ത താക്കീതുമായി ഇറാൻ കരസേന കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ജഹാൻ ഷാഹി രംഗത്തെത്തിയിരിക്കുന്നു. സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നുകയറ്റങ്ങളെയും അധിനിവേശ തന്ത്രങ്ങളെയും ഒട്ടും ഭയക്കാതെ സ്വന്തം പരമാധികാരവും അതിർത്തികളും സംരക്ഷിക്കാൻ തങ്ങൾ സജ്ജമാണെന്നാണ് ഇറാൻ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. അമേരിക്കയുടെ ഏതൊരു സൈനിക നീക്കത്തെയും തകർത്തെറിയാൻ ഇറാൻ പൂർണ്ണ സജ്ജമാണ്. ഇറാൻ കരസേന മേധാവിയുടെ ഈ ഒരു പ്രസ്താവന കേവലം ഒരു വാക്ക് ബൈറ്റ് മാത്രമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തങ്ങളെ തകർക്കാൻ നോക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്കുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അമേരിക്കൻ കരസേന ഇറാന്റെ മണ്ണിലേക്ക് അധിനിവേശത്തിനായി ശ്രമിച്ചാൽ അവരുടെ കാലുകൾ വെട്ടിനിരത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാന്റെ അതിർത്തികളിൽ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ശത്രുക്കളുടെ ഏതു തരത്തിലുള്ള സാഹസത്തെയും നിമിഷങ്ങൾക്കകം നേരിടാൻ കഴിയുന്ന വിധത്തിൽ ഇറാന്റെ സായുധ സേന നിലയുറപ്പിച്ചു കഴിഞ്ഞു. ഒരു കരയാക്രമണം ഉണ്ടായാൽ പ്രതീക്ഷിക്കുന്നതിലും അതിവേഗത്തിലുള്ളതും നിർണായകവുമായ തിരിച്ചടിയായിരിക്കും ഇറാൻ നൽകുക. അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നടത്തിയ സൈനിക ഇടപെടലുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തവും അതീവ അപകടകരവുമായിരിക്കും ഇറാനിലെ ഒരു കരയുദ്ധം. അതിന് പ്രധാന കാരണം ഇറാന്റെ അതുല്യവും സങ്കീർണവുമായ ഭൂപ്രകൃതി തന്നെയാണ്. ഇറാനെ ഒരു നാച്ചുറൽ ഫോർട്രസ് എന്നാണ് സൈനിക തന്ത്രങ്ങൾ വിളിക്കുന്നത്. ഇറാന്റെ അതിർത്തികളിൽ ഭൂരിഭാഗവും ഉയരമേറിയതും ദുർഘടവുമായ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ കരസേനയ്ക്ക് ഉള്ളിലേക്ക് കടക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. കുത്തനെയുള്ള മലയിടുക്കുകളും മഞ്ഞു വീഴുന്ന കൊടുമുടികളും നിറഞ്ഞ ടാങ്കുകൾക്കും മറ്റ് കവചിത വാഹനങ്ങൾക്കും മുറിച്ചു കടക്കുക അസാധ്യമായിട്ടുള്ള, സൈന്യത്തിന് നീങ്ങാൻ വളരെ കുറച്ചു പാതകൾ മാത്രമുള്ള 1600 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന കൂറ്റൻ പർവ്വതനിരകളായ സാഗ്രോസ് പർവ്വതനിരകൾ അമേരിക്കൻ സൈന്യത്തിന് വലിയ മരണക്കെണിയായി മാറും. ഇറാന്റെ വടക്ക് ഭാഗത്ത് കാസ്പിയൻ കടലിന് അഭിമുഖമായി കിടക്കുന്ന അതീവ അപകടകരമായ ഉയരമുള്ള അൽബോർസ് പർവ്വതനിരകൾ കരയുദ്ധത്തിന് വലിയ വെല്ലുവിളിയായി മാറും. ഈ പർവ്വതനിരകൾ കടന്ന് ഉള്ളിൽ പ്രവേശിച്ചാൽ തന്നെയും പിന്നെയും കടന്നു പോകേണ്ടി വരുന്നത് ഭൂരിഭാഗവും വസിക്കാൻ യോഗ്യമല്ലാത്ത കൊടും മരുഭൂമികളാണ്. ഇറാഖിലെ പോലെ നിരപ്പായ മരുഭൂമിയിലൂടെ ടാങ്കുകൾ ഓടിച്ച് ഇറാനെ പിടിച്ചടക്കാൻ സൈന്യത്തിന് ഒരിക്കലും സാധിക്കില്ല. അഫ്ഗാനിസ്ഥാനിനെ പോലെ പർവ്വതനിരകൾ ഉണ്ട് എങ്കിൽ പോലും ഇറാൻ വളരെ വലിയൊരു രാജ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, IRGC, റെഗുലർ ആർമി എന്നിങ്ങനെ എന്തിനും തയ്യാറായി നിൽക്കുന്ന സൈന്യവും അത്യാധുനിക ആയുധശേഖരവും ഇറാന്റെ പക്കലുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇറാന്റെ ഭൂപ്രകൃതി കരയുദ്ധത്തിനായി വരുന്ന സൈനികർക്ക് മരണക്കെണിയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പതിറ്റാണ്ടുകളായി അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറല്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ഓർക്കുക, അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ലിബിയയിലും അമേരിക്ക നടത്തിയ അധിനിവേശ ചരിത്രം നമ്മളെല്ലാവരും കണ്ടതാണ്. സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരം തകർക്കുകയും അവിടെ ചോരപ്പുഴ ഒഴുക്കുകയും ചെയ്ത ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. എന്നാൽ ഇറാൻ എന്നത് അത്ര എളുപ്പത്തിൽ കീഴടക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. അതിന് ഇനി ആവുകയുമില്ല. തങ്ങളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഇറാന്റെ സൈന്യവും ജനങ്ങളും ഒരുപോലെ തയ്യാറാണ്. ഇനി നമുക്ക് ഇതിൻ്റെ നയതന്ത്ര വശങ്ങളിലേക്ക് വരാം. ഒരു വശത്ത് സൈനിക മുന്നറിയിപ്പുകൾ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ മധ്യസ്ഥർ മുഖേനയുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള യാതൊരു ചർച്ചകൾക്കും ഇറാൻ തയ്യാറായിട്ടില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇടനിലക്കാർ വഴിയാണ് സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ നേരിട്ടുള്ള ചർച്ചകൾക്ക് വിസമ്മതിക്കുന്നതിന് കൃത്യമായ കാരണം കൂടിയുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ കരാർ ലംഘനങ്ങൾ തിരുത്തുകയും അതിന് അർഹമായ പരിഹാരം കാണുകയും ചെയ്യാതെ വാഷിംഗ്ടണുമായി യാതൊരുവിധ തരത്തിലുമുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോൾ ഇറാനുള്ളത്. എന്നാൽ അതേസമയം ഇറാനിൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് ഉപരോധങ്ങളിലൂടെയും സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിച്ച് ചർച്ചാ മേശയിലേക്ക് ഇറാനെ നിർബന്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപ് ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത്. എന്നാൽ ഈ ഒരു സാമ്പത്തിക യുദ്ധതന്ത്രം ഇറാനോട് ഒരിക്കലും ഫലിക്കില്ല എന്ന് ചരിത്രം തെളിയിച്ചതാണ്. എത്രയൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും തങ്ങളുടെ സ്വയം പര്യാപ്തതയും നയതന്ത്ര ശക്തിയും ഉപയോഗിച്ച് ഇറാൻ അതിനെല്ലാം അതിജീവിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രമാണ് ഹോർമുസ് കടലിടുക്ക്.
ലോകത്തിലെ മൊത്തം ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 5-1 കടന്നു പോകുന്നത് ഈ ചെറിയ കടലിടുക്കിലൂടെയാണ്. ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി വീണ്ടും തുറന്നു നൽകണമെങ്കിൽ അമേരിക്ക ഇറാന്റെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. ഇറാൻ കുറച്ച് നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. യുദ്ധക്കെടുതികൾക്കും ആക്രമണങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഇറാനുമേൽ അടിച്ചേൽപ്പിച്ച അനീതിയായ സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക, ഇറാനെതിരെയുള്ള സൈനിക ഭീഷണികളും ഇടപെടലുകളും എന്നേക്കുമായി അവസാനിപ്പിക്കുക. ഈ നിബന്ധനകൾ അംഗീകരിക്കാതെ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ ഗതാഗതം സാധ്യമാകില്ലെന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ ഇറാൻ പുതിയ നയതന്ത്ര പാതകൾ വെട്ടിത്തുറക്കുകയാണ്. നിലവിൽ ഒമാനുമായി ചേർന്ന് പുതിയ കപ്പൽ പാതകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കരാറുകളുമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. മേഖലയിൽ അമേരിക്കയെ ആശ്രയിക്കാതെ തന്നെ വ്യാപാര ബന്ധങ്ങൾ ദൃഢമാക്കാനും സഖ്യകക്ഷികളെ സൃഷ്ടിക്കാനും ഇറാന് സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പശ്ചിമേഷ്യൻ അധിനിവേശ രാഷ്ട്രീയത്തെ കാണാതെ പോകാൻ കഴിയില്ല. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിലെ വിഭവങ്ങൾ കൈക്കലാക്കാനും അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പരമാധികാരം തകർക്കാനും അമേരിക്കയും ഇസ്രായേലും പലപ്പോഴായി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അനധികൃത കയ്യേറ്റങ്ങൾക്കും ഫലസ്തീൻ ജനതയ്ക്കെതിരായ ക്രൂരതകൾക്കും എല്ലാവിധ സൈനിക സാമ്പത്തിക സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണ്. മേഖലയിൽ തങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏക വൻ ശക്തിയായ ഇറാനെ തകർക്കുക എന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കാലങ്ങളായിട്ടുള്ള അജണ്ടയാണ്. എന്നാൽ ഇറാൻ ഇതിനെല്ലാം ധീരമായി പ്രതിരോധിക്കുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കാണുന്നത്. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കും പശ്ചിമേഷ്യയിലെ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കും കരുത്തു പകരുന്നത് ഇറാന്റെ നയങ്ങളാണ്. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അഭിമാനവും പണയം വെക്കില്ലെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു. ഇസ്രായേലിന്റെ ഏതു കടന്നുകയറ്റത്തിനും തുല്യമായ മറുപടി നൽകാൻ ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമെല്ലാം സാധിക്കും. ഇതാണ് അമേരിക്കയും ഇസ്രായേലിനെയും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ചാടാൻ ഭയപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ മണ്ണിൽ അധിനിവേശം നടത്താമെന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മോഹങ്ങൾക്ക് മുന്നിൽ തടസ്സമായി ഉയർന്നു നിൽക്കുന്നത് ഇറാൻ എന്ന വൻമതിലാണ്. അമേരിക്കൻ കരസേന ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ നേരിടേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത പ്രത്യാഘാതമായിരിക്കുമെന്ന് അലി ജഹാൻ ഷായുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ലോക സമാധാനത്തിന് എന്നും ഭീഷണിയാകുന്നത് സാമ്രാജ്യ ശക്തികളുടെ കടന്നുകയറ്റങ്ങളാണ്. തങ്ങളുടെ സമ്പത്തും പരമാധികാരവും സംരക്ഷിക്കാൻ ചെറുത്തു നിൽക്കുന്ന ഇറാൻ മേഖലയിലെ അധിനിവേശ ശക്തികൾക്ക് കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. നയതന്ത്ര തലത്തിൽ സമവായമുണ്ടാകുമോ അതോ യുദ്ധത്തിലേക്ക് ഇനി കാര്യങ്ങൾ വഴിമാറുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയണം.